മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ കോൺഗ്രസിൽ അച്ചടക്ക നടപടി തുടങ്ങി എന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. മലാപ്പറമ്പ് കൗൺസിലറുടെ രാജി എഴുതി വാങ്ങിയിട്ടുണ്ട്. കൗൺസിലർ KP രാജേഷിനെ ശാസിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് രാജി എഴുതി വാങ്ങിയിരിക്കുന്നത്. VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിലാണ് ഒരു നടപടി ഉണ്ടാകുന്നത്. വിനുവിന് വോട്ടിനില്ലാത്ത സംഭവത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മലാപ്പറമ്പ് കൗൺസിലറായ KP രാജേഷിന്റെ രാജി എഴുതി വാങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൗൺസിലറായ KP രാജേഷിനെ ശാസിച്ചിട്ടുണ്ട്. പിന്നാലെയാണ് രാജി എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. കോടതിയിൽ നടക്കം രൂക്ഷ വിമർശനവുമായിരുന്നു ഈ സംഭവത്തിൽ ഉണ്ടായത്. കോടതി അത്യധികം രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ അച്ചടക്ക നടപടി ആരംഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിലടക്കം അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാജിയടക്കം എഴുതി വാങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ. സംവിധായകനും കല്ലായി ഡിവിഷനിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി UDF പരിഗണിച്ച് നിർത്തുകയും ചെയ്തിരുന്ന VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ കോൺഗ്രസ് ശക്തമായ അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മലയാപ്പറമ്പ് ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറായ KP രാജേഷിനെ പാർട്ടി ശാസിച്ചിരിക്കുന്നു. ശാസിച്ചതിന് പിന്നാലെ തന്നെ രാജി എഴുതി വാങ്ങിച്ചു. മുഴുവൻ പാർട്ടി സ്ഥാനങ്ങളിലും, കൗൺസിലർ സ്ഥാനം മാത്രമല്ല, മുഴുവൻ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും KP രാജേഷിന്റെ രാജി എഴുതി വാങ്ങിച്ചിരിക്കുകയാണ്. കടുത്ത ശാസനയാണ് രാജേഷിന് നൽകിയത്. രാജേഷ് ഒരേ സമയം VM വിനുവിന് വോട്ട് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഒപ്പം തന്നെ ഈ VM വിനുവിനെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ VM വിനുവിനെയും തെറ്റിദ്ധരിപ്പിച്ചു. ഒരേ സമയം രാജേഷ് ചെയ്തത് പാർട്ടിയെയും VM വിനുവിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പൊതുസമൂഹത്തിന് മുൻപിൽ രണ്ട് ആളുകൾക്കും, പ്രത്യേകിച്ച് രണ്ട് വിഭാഗം, അതായത് VM വിനുവിനും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്കും അവമതിപ്പും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് KP രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വിലയിരുത്തിയാണ് DCC നേതൃത്വം രാജേഷിനെ ശാസിച്ചത്. അതിന് പിന്നാലെ തന്നെ KP രാജേഷിനോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ രാജി എഴുതി വാങ്ങിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ഗൗരവകരമായി തന്നെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുമെന്നും VM വിനുവിനെ ചേർത്ത് പിടിക്കുമെന്നും VM വിനുവിനെ UDF സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ എങ്ങനെ ഈ പാളിച്ച ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ത്വരിത ഗതിയിൽ തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നുകൂടി കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലമായിരുന്നിട്ട് കൂടി ശക്തമായ അച്ചടക്ക നടപടിയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. KP രാജേഷിന്റെ രാജി എഴുതി വാങ്ങിച്ചു. മുഴുവൻ സ്ഥാനങ്ങളിലേക്കുള്ള രാജിയാണ് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ കണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ അച്ചടക്ക നടപടി. ശരി റിയാസ്, മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കളത്തിലിറക്കിയതായിരുന്നു VM വിനുവിനെ. എന്നാൽ VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിലാണ് കോൺഗ്രസ് അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മലാപ്പറമ്പ് കൗൺസിലറായ KP രാജേഷിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. രാജി അടക്കം എഴുതി വാങ്ങിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 35 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള ധനലക്ഷ്മി